ഹായ് മക്കളെ, സ്കൂൾ തുറക്കാൻ സമയം അടുത്തെത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവരും സ്കൂളിലേക്ക് പോകാനുള്ള ബാഗും ബുക്സും ഒക്കെ പർച്ചേസ് ചെയ്യുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞോ എന്നെനിക്കറിയില്ല, നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിലെ സിലബസ് മാറുന്ന വർഷമായതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്താണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്കായി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നറിയാനായിട്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കൈ കിട്ടിയപ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ നമ്മൾ ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ചേഞ്ചസ് തന്നെയാണ് സിലബസിൽ നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ കെമിസ്ട്രിയിലെ ഓരോ ചാപ്റ്ററും എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ പഠിച്ചതിൽ നിന്നും ഒരുപാട് പുതിയ കാര്യങ്ങളും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ കഴിഞ്ഞ കൊല്ലം സിലബസ് മാറി പഠിച്ചു വന്ന മക്കളാണ് നിങ്ങളെല്ലാവരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നല്ല രീതിയിൽ അത്യാവശ്യം ടഫായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷനായിട്ടുണ്ടാവും, അയ്യോ അങ്ങനെയാണെങ്കിൽ പണി പാളിയല്ലോ. പണി പാളാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇനി നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല. ഇതുവരെയുള്ള നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തരുമല്ലേ. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും എക്സാമിന് മാർക്ക് കുറയില്ല. പക്ഷേ ഇക്കൊല്ലം നിങ്ങൾ എക്സാമിന് ഇപ്പോൾ ഓണപ്പരീക്ഷ സ്കൂളിൽ തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓണപ്പരീക്ഷ നമ്മുടെ തൊട്ടടുത്ത് എത്തും അല്ലേ. പക്ഷേ ഓണപ്പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല അല്ലേ. റെഫർ ചെയ്യാനായിട്ട് ചുരുക്കി പറഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് 8ാം ക്ലാസ്സിൽ നമുക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്കോട് കൂടി തന്നെ പാസ്സാവാനായിട്ട് സാധിക്കുക? പിന്നെ ഓൾ പാസ് ഇല്ലെന്നൊരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. അപ്പോൾ മക്കളെ, നിങ്ങളുടെ എല്ലാ പ്രോബ്ലങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് എല്ലാ കുട്ടികളും ഓടിപ്പിടിച്ച് വന്ന് നമ്മുടെ യോധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം എന്നല്ല കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം. അങ്ങനെയല്ല, ഒരു ഗൈഡൻസ് വേണം, എനിക്ക് പഠിക്കാൻ ഒരു ടൈം ടേബിൾ വേണം, എനിക്ക് കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് വേണം, എനിക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, എനിക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതണം, എനിക്ക് ഒരുപാട് മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എനിക്ക് കിട്ടണം, കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസും സപ്പോർട്ടും എനിക്ക് വേണം എന്ന് തോന്നുന്ന കുട്ടികൾക്ക് മാത്രം നമ്മുടെ യോധ ബാച്ചിലേക്ക് വരാം. നമ്മുടെ യോധ ബാച്ചിൽ ഇനിയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാരണം ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടി എല്ലാവരും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം കൊടുത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഇനി ഒട്ടും താമസിയാതെ തന്നെ നമ്മൾ യോധ ബാച്ചിലെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ ഒരാഗ്രഹം എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും നമ്മുടെ യോധ ബാച്ചിൽ ഉണ്ടാവണം. യോധ ബാച്ചിൽ തുടക്കം തൊട്ട് തന്നെ, ഇനി 7ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറന്നുപോയി, നിങ്ങൾക്ക് ബേസുകളൊന്നും ഓർമ്മയില്ലെങ്കിൽ ഒന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ ബേസ് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ യോധ ബാച്ചിൽ നിങ്ങളെ പഠിപ്പിച്ചു തന്ന് സെറ്റാക്കിയായിരിക്കും എക്സാം എഴുതാൻ പോകുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മൾ യൂണിറ്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. അങ്ങനെ എക്സാം പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ നിങ്ങളെ കുറേ കൂടെ പ്രാക്ടീസ് ചെയ്യിക്കും. ഓണം എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പായി തന്നെ നിങ്ങൾ അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമും കൂടെ എഴുതുന്നുണ്ടാവും. അങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും എക്സാമിലേക്ക് എഴുതാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുമോ എല്ലാ ദിവസവും ഇവർ ഇതിനെപ്പറ്റി ഇത് വീഡിയോ ഇടുന്നുണ്ടല്ലോ എന്നല്ലേ. അപ്പം എല്ലാ ദിവസവും വീഡിയോ ഇടുന്നത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെയാണ്. ഇനി സമയം വൈകിട്ടില്ല, ഇപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നമ്മുടെ യോധ ബാച്ചിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി ഒന്നും വേണ്ട, നിങ്ങളെ തൊട്ടപ്പുറത്തെ വീട്ടിലോ നിങ്ങളുടെ സ്വന്തം വീട്ടിലോ ചേട്ടനോ ചേച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിച്ചാലും മതി. അപ്പോൾ യോധ ബാച്ചിൽ നിങ്ങളെ കാത്ത് ഞാനുണ്ടാവും. നമുക്ക് ഒന്നിച്ച് പഠിച്ച് 8ാം ക്ലാസ് അടിപൊളിയാക്കണം. ഓൾ ദി ബെസ്റ്റ്.